തെരുവുനായ കേസിൽ നായപ്രേമികളുടെ ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീംകോടതി എന്ന വാർത്ത വരികയാണ്. തെരുവ് നായ്ക്കളെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് നടപ്പിലാക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തിയ കോടതി സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വം എന്ന രൂക്ഷമായ വിമർശനവും നടത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണോ? അനുജ, സുപ്രീംകോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുറത്തുവന്ന കോടതിയിൽ നിന്നുള്ള വിധി പ്രസ്താവത്തെ പരിഗണിക്കുമ്പോൾ കടുത്ത നിലപാട് തന്നെ കോടതി സ്വീകരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിധി പറയുന്നത്. രാജ്യത്ത് നടന്ന തെരുവുനായ ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ കണക്കുകൾ തന്നെ കോടതി നിരത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മൃഗസ്നേഹികളുടെ ആവശ്യം അത് തള്ളുന്ന നിലപാടും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. തുടർന്ന് സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. ABC ചട്ടക്കൂടിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ ഒരു നിർദ്ദേശം. ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ABC സെന്ററെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശവും സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. ജില്ലയുടെ ജനസാന്ദ്രതയും ആ പ്രദേശത്തിന്റെ വ്യാപ്തിയും കണക്കിലെടുത്ത് ABC സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് അധികാരികൾ ഉചിതമായ തീരുമാനം എടുക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് വെറ്റിനറി സേവനങ്ങളുടെ വർധനവ്, ഷെൽട്ടർ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ, വാക്സിനേഷൻ നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലും റാബിസ് വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കണം സംസ്ഥാന സർക്കാരുകൾ എന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. തെരുവുനായുടെ കടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണം എന്നുമുള്ള നിർദ്ദേശമാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതികളാണ് പരിശോധിക്കേണ്ടത്. ഇതിനായി ഹൈക്കോടതികൾ 2 അംഗ ബെഞ്ചിനെ ചുമതലപ്പെടുത്തണം എന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടേതടക്കമുള്ള വാദങ്ങൾ കേട്ട ശേഷമാണ് കഴിഞ്ഞ മാസം സുപ്രീംകോടതി വിധി പറയാനായി ഈ കേസ് മാറ്റിവെച്ചത്. ജനുവരി 29-നായിരുന്നു സുപ്രീംകോടതി അവസാനമായി ഈ കേസ് പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റി അടക്കമുള്ളവരുടെ വാദങ്ങൾ കോടതി പരിഗണിച്ചിരുന്നു. ഒപ്പം തന്നെ നവംബർ 7-ന്, കഴിഞ്ഞ വർഷം നവംബർ 7-ന് രാജ്യത്തുടനീളമുള്ള ഹൈവേകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദേശത്തു നിന്നും പൊതുവിടങ്ങളിൽ തെരുവുനായ്ക്കൾ ഉണ്ടാകരുത് എന്നുള്ള മുൻ ഉത്തരവ് അത് കൃത്യമായി തന്നെ നടപ്പിലാക്കണം എന്ന കർക്കശ നിലപാടിലേക്ക് സുപ്രീംകോടതി പോയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.